നമസ്കാരം. നമ്മുടെ മാഘമഹോത്സവം, കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ ഉത്സവത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കാൻ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 3-ാം തീയതി, ഏകദേശം ഒരാഴ്ച കൃത്യം ബാക്കിയുള്ളൂ. ഇത് ഒട്ടനവധി ഭക്തജനങ്ങൾ ഇതിനോടൊക്കെ ഇവിടെ വന്ന് ലക്ഷോപലക്ഷം ആളുകൾ വന്ന് സ്നാനവും മഹാ ആരതിയും പൂജാതി കാര്യങ്ങളെല്ലാം ദർശിച്ച് ഇവിടെ നിന്ന് മടങ്ങി, സായുജ്യരായി മടങ്ങി. ഇന്ന് വരെ ഒരു ആക്ഷേപങ്ങൾക്കും ഇടവരാത്ത തരത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ ഒരു മഹാമാഘ മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നാണ് സ്നാനം. ഈ മാഘമാസത്തിലെ ഈ സമയത്ത് ഈ പൂജകളെല്ലാം നടത്തി ആ പൂജകളിൽ ആ ചൈതന്യം ജലത്തിലേക്ക് പ്രവഹിപ്പിച്ച് ആ ജലത്തിൽ സ്നാനം ചെയ്യുന്നത് മഹാപുണ്യമായിട്ടാണ് കരുതുന്നത്. സപ്തനദികളുടെ പ്രവാഹമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ഒരു നദിയിൽ തീർച്ചയായിട്ടും സ്നാനം ചെയ്യുക എന്നതാണ് ഏറ്റവും അത്യധികമായ ലക്ഷ്യം. സ്നാനം ചെയ്യാൻ സാധിക്കാത്തവർക്ക് പ്രോക്ഷണമായിട്ട് ജലം പ്രോക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം ആ ജലം സപ്തനദികളുടെ പ്രവാഹമുള്ള ഒരു ഔഷധക്കൂട്ട് പോലെയുള്ള ജലമാണ്. സ്നാനം ചെയ്യാൻ 8:30 മന്ത്രജപവുമായിട്ട് സ്നാനാദി കൃത്യങ്ങൾ ഇവിടെ നിത്യവും നടന്നു വരുന്നു. അരുൺ സ്വാമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സ്നാനങ്ങൾ നടത്തി വരികയാണ്. ദേഹശുദ്ധി വരുത്തി സപ്തശുദ്ധിയാജ മന്ത്രങ്ങളെ കൊണ്ട് ദേഹശുദ്ധി വരുത്തി ആ ജലം ശരീരത്തിലേക്ക് തളിച്ച് ശുദ്ധിയാക്കി അതിനുശേഷം സ്നാനം ചെയ്ത് തർപ്പണം ചെയ്യുക എന്ന ചില വിധാനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ആ സമയത്ത് വന്നാൽ ആചാര്യ നിർദ്ദേശപ്രകാരം സ്നാനങ്ങൾ നടത്താവുന്നു. അതിനുശേഷവും നമുക്ക് വൈകുന്നേരം വരെ സ്നാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. തീർച്ചയായിട്ടും സ്നാനം ചെയ്യുന്നവർ പുഴയിൽ വൃത്തികേടുകളൊന്നും ആക്കാതെ ആ പുഴയെ അല്ലെങ്കിൽ ആ ജലത്തിന് പഞ്ചഭൂതാത്മകമായ ഒരു ജലത്തിൻ്റെ സങ്കല്പമാണെന്ന് കരുതി വളരെ ഭംഗിയോടും വൃത്തിയോടും കൂടി സ്നാനം ചെയ്ത് മടങ്ങേണ്ടതാണ്. ഏതാനും ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന് സ്നാനം ചെയ്ത് സംതൃപ്തരായി മടങ്ങുക എന്നതാണ് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കൂടാതെ നിള ആരതി, ആ പുഴയെ ആരാധിക്കുന്ന സമ്പ്രദായം, ആ ജലത്തിനെ ആരാധിക്കുന്ന സമ്പ്രദായം, അതും ദർശിക്കാൻ സാധിക്കുന്നവർ വൈകുന്നേരം വന്ന് ദർശനവും നടത്താവുന്നതാണ്. ഏതായാലും പരമ്പരകളുടെ പലതരത്തിലുള്ള പൂജകളും ഇന്ന് മുത്തനും മുത്തിക്കുള്ള പൂജയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും പങ്കെടുത്ത് സംപൂജ്യരാവണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.